നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 811th day. Today 33rd sloka of Prathama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 811 ദിവസം. 8ാം അധ്യായത്തിലെ പ്രഥമസ്കന്ധത്തിലെ 8ാം അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകം. കീചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്വാന്വവായോ മലയസ്യേവ ചന്ദനം. ഓം തത്സത്. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്വാന്വവായോ മലയസ്യേവ ചന്ദനം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കേതു ആഹു അജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്വ അന്വവായോ മലയസ്യ ഇവ ചന്ദനം. അതായത് പുണ്യശ്ലോകസ്യ പുണ്യമായ കീർത്തനത്തോട് കൂടിയവൻ്റെ ധർമ്മപുത്രരെയാണ് ഇവിടെ പറയുന്നത്. കീർത്തയെ കീർത്തിക്കായിക്കൊണ്ട് പ്രിയസ്യ പ്രിയനായ യദോ യദുവിൻ്റെ അന്വവായെ കുലത്തിൽ മലയസ്യ മലയപർവ്വതത്തിൻ്റെ ചന്ദനം ഇവ ഇവ എന്ന് പറഞ്ഞാൽ പോലെ ചന്ദനം ഇവ ചന്ദനം പോലെ അജം ജനനമില്ലാത്ത അങ്ങയെ ജാതം ജനിച്ചവനായിട്ട് കേജിത് ചിലർ ആഹു പറയുന്നു. കേജിത് ആഹു അജം. ഇങ്ങനെയാണ് ആദ്യത്തെ പദത്തെ പിരിക്കേണ്ടത്. കേതു കേജിത് ആഹു രജ അജം. ഓം തത്സത്. അതായത് ലോകത്തെ മോഹിപ്പിക്കുന്നതിനാൽ അങ്ങയുടെ തത്വം ആർക്കും തന്നെ ശരിക്ക് അറിഞ്ഞുകൂടാൻ സാധിക്കുകയില്ല. എന്താണ് അവിടുത്തെ തത്വം, എന്തിനാണ് അവിടുന്ന് ജനനമെടുത്തത്, ജനനമരണരഹിതനായിട്ടുള്ള അവിടുന്ന് എന്തിനാണ് ഈ ലോകത്തിൽ അവതരിച്ചത് എന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ് കുന്തിദേവി. പരിശുദ്ധമായ മഹിമയുള്ള യുധിഷ്ഠിരന് കീർത്തിയെ വർദ്ധിപ്പിക്കുവാനായിട്ട് ആണോ? അതായത് മലയപർവ്വതത്തിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുവാൻ എപ്രകാരം ഒരു ചന്ദനമരം ആ മലയിലുള്ള വനത്തിൽ വളരുന്നത് പോലെ ജനനമില്ലാത്ത അങ്ങുന്ന് ഏറ്റവും പ്രീതിയുള്ള യാദവ വംശത്തിൽ അവതരിച്ചത് ആ ധർമ്മപുത്രരുടെ കീർത്തിയെ എപ്പോഴും അവിടുത്തെ മാത്രം കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ധർമ്മപുത്രരുടെ കീർത്തിയെ ഉയർത്തുവാനാണോ എന്ന് ചിലർ പറയുന്നു. ഭഗവാൻ എന്തിനാണ് ഈ ലോകത്ത് അവതരിച്ചത്? ധർമ്മപുത്രരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുവാനാണോ? മലയജ പർവ്വതത്തിൻ്റെ ഉള്ളിൽ പർവ്വതമലയുടെ ഉള്ളിൽ ചന്ദനമരം വളർന്ന് ആ പർവ്വതത്തിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കാൻ ഒരു ചന്ദനമരം വളരുന്നത് പോലെ അവിടുന്ന് യദുവംശത്തിൽ അവതരിച്ചതാണോ എന്ന് ചിലർ പറയുന്നു
എന്ന് ദേവി പറയുകയാണ്. ആ ഭഗവാന്റെ മഹത്വം എപ്രകാരം ആണ് എന്ന് പറയുവാൻ അസാധ്യമാണ്. അതിന് ഓരോരുത്തരും അപ്രകാരം പറഞ്ഞ് വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുകയാണ് ഇവിടെ കുന്തിദേവി. ശ്ലോകം ഒരിക്കൽ കൂടി. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്വാന്വവായേ മലയസ്യേവ ചന്ദനം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജി. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.